ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ടു വിങ്സ് ഓൺലൈൻ. നമ്മളിന്ന് ക്ലാസ് 10ലെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ആർട്ടിക്കിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്കറിയാം ശ്രീകാന്ത് ബൊല്ലയുടെ ചാപ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് കഥയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിന്റെ ബേസിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ വന്നാൽ നമുക്ക് അതിങ്ങനെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ഈ ആർട്ടിക്കിൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഏകദേശം ഇതിൽ നിന്ന് വരുന്ന പ്ലോട്ട് വെച്ച് എഴുതാൻ പറ്റിയ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നോക്കാം, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. Prepare an article on the achievements of ശ്രീകാന്ത് ബൊല്ല. ശ്രീകാന്ത് ബൊല്ല അച്ചീവ് ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതാം. നമുക്കറിയാം ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്താണ്, ലേഖനങ്ങളെയാണ് നമ്മൾ ബേസിക്കലി ആർട്ടിക്കിൾ എന്ന് പറയും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വേറെ, ആർട്ടിക്കിൾ വേറെ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ റീസെന്റ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കാം. അപ്പോൾ ഇന്നലെ സംഭവിച്ച ഒരു കാര്യത്തെ പറ്റി ഇന്ന് ന്യൂസ് പേപ്പറിൽ വരുന്നതാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയാ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് എന്ന് പറയും. എപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എവിടെ വെച്ച് സംഭവിച്ചു, എന്താണ് സംഭവം, ഇനി ബാക്കിയുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ന്യൂസ് റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞു പോകാറ്. പക്ഷേ നേരെ മറിച്ച് ആർട്ടിക്കിളിലോട്ട് വരുമ്പോൾ അതിന്റെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ തൊട്ട് തലേ ദിവസമോ തൊട്ട് ഒരാഴ്ച മുമ്പോ നടക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല, എത്ര വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തെ പറ്റി നമുക്ക് ആർട്ടിക്കിൾ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ലേഖനങ്ങളെ പറ്റി ലേഖനമായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ശ്രീകാന്ത് ബൊല്ല നമുക്കറിയാം ഒരുപാട് മുമ്പ് തന്നെ സംഭവിച്ച കുറെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സിനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റോറി മൊത്തത്തിൽ തന്നെ ഏകദേശം ഒരു ആർട്ടിക്കിൾ ആയിട്ട് എഴുതാൻ പറ്റും. അത് നമുക്കറിയാം ആർട്ടിക്കിൾ ആകുമ്പോൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിക്കിൾ ആയിക്കോട്ടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആയിക്കോട്ടെ, ഫസ്റ്റ് നമ്മൾ എന്ത് വെച്ച് തുടങ്ങണം, ഒരു ഹെഡ്ലൈൻ വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. അത് നമ്മളിവിടെ കൊടുത്തേക്കുന്ന ആ ഒരു ഹെഡ്ലൈൻ ശ്രീകാന്ത് കോളൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എ സൂപ്പർ ഹീറോ ഹൂ കാൺ സീ. അത് നമുക്കറിയാം എന്താണ്, കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളാണ് നമ്മളുടെ ശ്രീകാന്ത് ബൊല്ല. അപ്പൊ എന്താണ് ടൈറ്റിൽ കൊടുത്തേക്കുന്നത്, ശ്രീകാന്ത് എ സൂപ്പർ ഹീറോ. ശ്രീകാന്ത് ഒരു സൂപ്പർ ഹീറോ ആണ്. അദ്ദേഹത്തിന്റെ മെയിൻ പ്രത്യേകത എന്താണ്, ഹൂ കാൺ സി, അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ കാഴ്ചശക്തി ഇല്ല. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ നമ്മൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹെഡ്ലൈൻ നമ്മൾ കൊടുത്തേക്കുന്നത്. അതിന്റെ തൊട്ടടിയിലായിട്ട് നമ്മൾ അലക്സ് ജോൺ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് ബൈലിനിൽ എഴുതുന്ന ആളുടെ പേരായിട്ട്. ഈ ഒരു പേര് തന്നെ വേണം എന്നൊരു നിർബന്ധവും ഇല്ല. നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കിട്ടുന്ന അനുസരിച്ച് പേര് മാറ്റാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടത് എന്താണ്, ഒരു ഹെഡ്ലൈൻ ആണ് വേണ്ടത്. ഹെഡ്ലൈൻ ആണ് നമ്മളോട് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. തൊട്ടടിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ പറയുന്ന നെയിം കൊടുക്കേണ്ടത്. നെയിം ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്നായാലും കൊടുത്താലും മതി. ഒന്നില്ലെങ്കിൽ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എന്ന് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, ഏതെങ്കിലും ഒരു ഇമാജിനറി നെയിം നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉറപ്പായിട്ടും ഇത് എങ്ങനെ എഴുതണം, പാരഗ്രാഫ് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം, അല്ലെങ്കിൽ പാരഗ്രാഫ് ബ്രേക്ക് ചെയ്ത് വേണം നമ്മൾ എന്ത് എഴുതാനായിട്ട്, ആർട്ടിക്കിൾ ചെയ്യാൻ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഹലോ എവ്രിവൺ, ലെറ്റ്സ് മീറ്റ് ശ്രീകാന്ത് ബൊല്ല, എ വെരി സ്പെഷ്യൽ പേഴ്സൺ ബോൺ വിത്തൗട്ട് ഐസ്. നമുക്ക് എല്ലാവർക്കും ശ്രീകാന്ത് ബൊല്ലനെ മീറ്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ മെയിൻ പ്രത്യേകത എന്താണ്, ഇത് വെരി സ്പെഷ്യൽ പേഴ്സൺ ബോൺ വിത്തൗട്ട് ഐസ്. കണ്ണുകളില്ലാതെ അല്ലെങ്കിൽ കാഴ്ചശക്തി ഇല്ലാതെ ജനിച്ച ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് നമ്മൾ ശ്രീകാന്ത് ബൊല്ല. ഹു പ്രൂവ്സ് വി കൻ അച്ചീവ് എനി ഡ്രീം. അദ്ദേഹത്തിന്റെ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, നമുക്ക് ഈ പറയുന്ന എന്തും നമുക്ക് പ്രൂവ് ചെയ്യാൻ, ഈ പറയുന്ന അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കാഴ്ചശക്തി ഇല്ലാതിട്ട് പോലും അദ്ദേഹം വളരെ ഉന്നതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ കഥ വായിക്കുമ്പോൾ നമുക്കും അതാണ് തോന്നുന്നത്, അതായത് നമ്മൾക്കും നമ്മുടെ ലൈഫിലേക്കുള്ള എന്തും അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസം തരുന്ന ഒരു സംഭവമാണ് ഇയാളുടെ സ്റ്റോറി. Though some thought he couldn't do much. ഒരു കുറച്ചു പേരൊക്കെ എന്താണ്, കുറച്ചുപേര് ഇങ്ങനെ വിചാരിച്ചു അവനെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പോലും his parents' great love made him feel richest. കുറച്ചുപേര് എന്ത് വിചാരിച്ചു, അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവന് വെറുതെയാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചെങ്കിലും അവന്റെ പാരന്റ്സിന്റെ ആ ഒരു വലിയ സ്നേഹം എന്താണ്, അവനെ കുറച്ചും കൂടി റിച്ചസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അവ പറയുന്ന പാരന്റ്സിന്റെ ആ ഒരു സ്നേഹം കിട്ടിയപ്പോൾ അവന് സ്വയം എന്ത് തോന്നി, ഭയങ്കര റിച്ച് ആണെന്ന് തോന്നിപ്പോയി. അത് പൈസയുടെ ബേസിസിലൊന്നുമല്ല, പാരന്റ്സിന്റെ ലവും കെയറും കൊണ്ടാണ് അവന് ഇത് തോന്നിയത്. അവൻ ഭയങ്കര റിച്ച് ആണെന്നുള്ള ഒരു ഫീല് അവന് കിട്ടി തുടങ്ങിയത്. അല്ലാണ്ട് പൈസയുടെ ബേസിസിൽ നമുക്കറിയാം വളരെ പാവപ്പെട്ട കുടുംബത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ ശ്രീകാന്ത് ബൊല്ല ജനിച്ചതും വളർന്നും ഒക്കെ. പക്ഷെ നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ എന്താണ് കേസ്, അദ്ദേഹത്തിന്റെ ആ ഒരു പാരന്റ്സിന്റെ ലവ് കൊണ്ട് അവന് ഭയങ്കര റിച്ച് ആയിട്ട് തോന്നി എന്നാണ് പറയുന്നത്. സ്കൂൾ വാസ് ടഫ് അറ്റ് ഫസ്റ്റ്, ഫീലിംഗ് ലോൺലി, ബട്ട് എ സ്പെഷ്യൽ സ്കൂൾ ഹെൽപ്ഡ് ഹിം ബിക്കം സൂപ്പർ സ്മാർട്ട്. പറയണം, സ്കൂളിലെ തുടക്കകാലത്ത് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ടഫ് ആയിരുന്നു. അതായത് അവൻ എന്താണ്, സാധാ ഒരു സ്കൂളാണ് തുടക്കത്തിൽ ഇവന്റെ പാരന്റ്സ് ഇവനെ കൊണ്ട് ചേർത്തത്. നമുക്കറിയാം കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ കുട്ടികൾക്കും കാഴ്ചശക്തി ഉണ്ട്. ഇവനെ ഒരു ലാസ്റ്റ് ബെഞ്ചിൽ കൊണ്ടാണ് ഇരുത്തിരുന്നത്. അവന് ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു അവിടെ ഫീൽ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ അവനെ ഉണ്ടായിരുന്നു. ഫീലിംഗ് ലോൺലി, ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു. ബട്ട് എ സ്പെഷ്യൽ സ്കൂൾ ഹെൽപ്പ് ഹിം. 2 വർഷത്തോളം ആ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്തു. ഒരുപാട് പഠിക്കാനൊന്നും പറ്റില്ല, ഒരു കൂട്ടുപോലും കിട്ടിയില്ല, ടീച്ചേഴ്സ് ഒന്നും ഹെൽപ്പ് ചെയ്തില്ല. പക്ഷെ എന്നിട്ട് പോലും അവൻ അവിടെ എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്തു. അപ്പൊ അതിനുശേഷം എന്താണ്, ബട്ട് എ സ്പെഷ്യൽ സ്കൂൾ ഹെൽപ്പ് ഹിം. 2 വർഷം കഴിഞ്ഞപ്പോൾ വീട്ടുകാരായിട്ട് തന്നെ എന്ത് ചെയ്തു, ഇവന്റെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ടൈപ്പ് ഓഫ് വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സ്കൂളാണ്. അവിടെ അവരെ പോലെ തന്നെയുള്ള കുട്ടികളായതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി അവിടെ എക്സൽ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ സ്പെഷ്യൽ സ്കൂൾ അവനെ ഹെൽപ്പ് ചെയ്തു. അവിടെ ചെന്നിട്ട് അവൻ ബിക്കം സൂപ്പർ സ്മാർട്ട്
ഈവൻ പ്ലേയിങ് ചെസ് ആൻഡ് ക്രിക്കറ്റ് ഫോർ ഇന്ത്യ. അവിടെ ചെന്നിട്ട് എന്താണ്, പഠിത്തത്തിൽ അവൻ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആയി, സ്മാർട്ടായി. അതേപോലെ തന്നെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് ചെസ്സും ക്രിക്കറ്റും ഒക്കെ, കണ്ണു കാണാത്ത കുട്ടികളുടെ ചെസ്സും ക്രിക്കറ്റും ഒക്കെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് അവൻ കളിച്ചിട്ടുണ്ട്. When told he couldn't study science, Srikanth fought for his right and won, scoring amazing mark with the teacher's help. അതിനുശേഷം അവന്റെ ആഗ്രഹം എന്തായിരുന്നു, ഇതേപോലെ സയൻസ് സ്ട്രീം എടുത്ത് +1 പഠിക്കണം എന്നായിരുന്നു. 10th കഴിഞ്ഞു, അത് കഴിഞ്ഞ് അവന്റെ ആഗ്രഹം എന്തായിരുന്നു, +1 സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. സയൻസ് സ്ട്രീം എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അന്ന് അവിടുത്തെ ആന്ധ്രാപ്രദേശിൽ ഗവൺമെന്റ് എന്ത് അലൗ ചെയ്തിരുന്നില്ല, കണ്ണ് കാണാത്ത കുട്ടികൾക്ക് സയൻസ് പഠിക്കാനായിട്ട് അലൗ ചെയ്തിരുന്നില്ല. പക്ഷെ അവൻ അത് ലീഗലി എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്തു. ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോടതിയിൽ നിന്ന് അതിനുള്ള ഒരു റൈറ്റ് അവൻ മേടിച്ചെടുത്തു. അങ്ങനെ ഒരു ടീച്ചറുടെ ഹെൽപ്പോട് കൂടി അവൻ എന്ത് പഠിച്ചു, സയൻസ് സ്ട്രീം പഠിച്ചു. കോടതി ഇങ്ങനെയാണ് പഠിച്ചത്, അവരവരുടെ റിസ്കിൽ പഠിക്കണം. ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ സ്കൂളിന്റെ ഭാഗത്തുനിന്നോ പ്രത്യേകിച്ച് ഒരു സംഭവം അവർക്ക് കിട്ടില്ല എന്നുള്ളൊരു ഡിമാൻഡിലാണ് ഇവന് സയൻസ് കിട്ടിയത്. അങ്ങനെ ഒരു ടീച്ചറുടെ ഹെൽപ്പോട് കൂടി ടീച്ചർ ഇവന് ഈ പറഞ്ഞ നോട്ട്സ് ഒക്കെ ഓഡിയോ ആയിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ശ്രീകാന്ത് പോലെ എന്ത് പഠിച്ചത്, സയൻസ് സ്ട്രീം എടുത്ത് നല്ല മാർക്കോട് കൂടി പാസ്സായത്. ഇന്ത്യൻ കോളേജസ് ഡിഡിൻ വോണ്ട് ഹിം, ബട്ട് ഫേമസ് അമേരിക്കൻ കോളേജസ് ലൈക്ക് MIT ഡിഡ്. അപ്പോ അതിനുശേഷം ഇവന്റെ ആഗ്രഹം എന്തായിരുന്നു, IIT പഠിക്കണം എന്നായിരുന്നു. പക്ഷെ അന്ന് IIT-കാർ എന്ത് പറഞ്ഞു, അങ്ങനെ പറ്റില്ല, കണ്ണു കാണാത്ത കുട്ടികൾക്ക് IIT പഠിക്കാൻ പറ്റില്ല, അവരെ കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതാൻ പറ്റില്ല. പക്ഷെ ഇവൻ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തൊന്നുമില്ല. ഈ പറഞ്ഞ +1 സയൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത പോലെ ഇവിടെ അവൻ ഫൈറ്റ് ചെയ്യുന്നില്ല. ഇവൻ എന്താ വിചാരിച്ച, ഇന്ത്യൻ കോളേജസ് എന്നെ വേണമെങ്കിൽ എനിക്ക് അവരെയും വേണം. അവൻ എന്ത് ചെയ്തു, ഇന്റർനാഷണൽ കോളേജിൽ അപ്ലൈ ചെയ്തു. MIT പോലുള്ള അമേരിക്കൻ കോളേജിൽ ഇവന് അഡ്മിഷൻ കിട്ടി. മേക്കിംഗ് ഹിം ദെയർ ഫസ്റ്റ് ബ്ലൈൻഡ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ്. എങ്ങനെ, അവിടെ അമേരിക്കക്കാരായിട്ടുള്ള കണ്ണു കാണാത്ത കുട്ടികൾ അവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരു കണ്ണു കാണാത്ത കുട്ടിയായിട്ട് ആ കോളേജിൽ പഠിച്ച ആദ്യത്തെ ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ് ആയിട്ട് നമ്മൾ ശ്രീകാന്ത് പോലെ മാറി. ആഫ്റ്റർ കോളേജ് ശ്രീകാന്ത് റിട്ടേൺ ടു ഇന്ത്യ. കോളേജിന് ശേഷം ശ്രീകാന്ത് എന്ത് ചെയ്തു, ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നു. അങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഒരു കല്യാണം കഴിച്ച് കോർപ്പറേറ്റ് ജോലിക്ക് ചെയ്ത് അവിടെ നിന്നാൽ മതിയോ അതോ തിരിച്ച് നാട്ടിലോട്ട് വരണം. പക്ഷെ അവന്റെ തീരുമാനം എന്തായിരുന്നു, അവൻ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി അവൻ എന്ത് ചെയ്തു, തിരിച്ച് നാട്ടിലോട്ട് വന്നു. ഹി വാണ്ടഡ് ടു ഹെൽപ്പ് അതർ ഡിസേബിൾഡ് പീപ്പിൾ അവോയ്ഡ് ലോൺലിനെസ് ആൻഡ് ഫൈൻഡ് ജോബ്സ്. അവന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതേപോലെ അവനെ പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ ജീവിതത്തിന് ഒറ്റപ്പെടൽ മാറ്റി കൊടുക്കുക, അവർക്ക് ജോബ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു അവന്റെ എയിം. അതിനുവേണ്ടി അവൻ തിരിച്ച് നാട്ടിലോട്ട് വന്നു. സോ ഹി സ്റ്റാർട്ടഡ് ബൊളാൻഡ് ഇൻഡസ്ട്രീസ്. അതിനുവേണ്ടി അവൻ തുടങ്ങി, അവന്റെ ഫ്രണ്ടിന്റെ കൂടെ തുടങ്ങിയ ഒരു കമ്പനിയാണ് ബൊളാൻഡ് ഇൻഡസ്ട്രീസ്. മേക്കിംഗ് ഇക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ആൻഡ് ഹയറിംഗ് ഓവർ 150 ഡിസേബിൾഡ് പീപ്പിൾ. അപ്പൊ അവിടുത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇപ്പൊ പാക്കിംഗ് കവേഴ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്സ് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കലായിരുന്നു ബൊളാൻഡ് ഇൻഡസ്ട്രീസിന്റെ മെയിൻ എയിം അല്ലെങ്കിൽ അവരുടെ മെയിൻ വർക്ക്. ആൻഡ് ഹയറിംഗ് ഓവർ 150 ഡിസേബിൾഡ് പീപ്പിൾ, ഹെൽപ്പിംഗ് തൗസൻഡ്സ് ഫൈൻഡ് വർക്ക്. അതേപോലെ 150ഓളം ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ കമ്പനിയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കണ്ടെത്താനും ഇവൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗോ ടു സ്കൂൾ, ഹെൽപ്പിംഗ് തൗസൻഡ്സ് ഫൈൻഡ് വർക്ക് ആൻഡ് ഗോ ടു സ്കൂൾ. അതേപോലെ തന്നെ വർക്ക് കണ്ടുപിടിക്കാൻ മാത്രമല്ല ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് ഫണ്ടിങ് ഒരു ചെയ്തിട്ടുണ്ട്. ശ്രീകാന്ത് ടീച്ചസ് us to be kind and help others. ശ്രീകാന്ത് നമുക്ക് പഠിപ്പിച്ച പാഠം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും അനുകമ്പയോടുകൂടി പെരുമാറുക, ബാക്കിയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. ഷോയിങ് ദാറ്റ് ഹാപ്പിനെസ് കംസ് ഫ്രം മേക്കിംഗ് അതേഴ്സ് ഹാപ്പി. അതായത് നമ്മളുടെ മെയിൻ സന്തോഷം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷം ഉണ്ടാവുക. ഹി ഇൻസ്പയർസ് us all to be kind, brave and ഫുൾ ഓഫ് ബിഗ് ഡ്രീംസ്. അദ്ദേഹം നമ്മളെ ഒരു കാര്യത്തിലൂടെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് കുറച്ചുകൂടി അനുകമ്പ ഉണ്ടാവാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻഡ് ഫുൾ ഓഫ് ഡ്രീംസ്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാനും ഇദ്ദേഹത്തിന്റെ സ്റ്റോറി നമ്മളെ ഇൻസ്പയർ ചെയ്യും. അപ്പൊ അത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ. ഇത് പഠിച്ചാൽ ഏകദേശം പ്ലോട്ട് സമ്മറി ആയിട്ട് നമുക്ക് ഇതിനെ പഠിച്ചു വെക്കാൻ പറ്റും. അപ്പൊ അത് വെച്ച് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും ചെയ്യും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.